യുദ്ധഭീതിക്കിടെ അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിലെത്തി. ഈ Y334 എത്തിഹാദ് വിമാനമാണ് ലാൻഡ് ചെയ്തത്. ഷഹബാസ് അഹമ്മദ് ചേരുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്നും. ഷഹബാസ്, പശ്ചിമേഷ്യ അശാന്തമായി തുടരുമ്പോൾ പ്രവാസികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകൾ കുറച്ചുപേരെങ്കിലും നാട്ടിലെത്തുമ്പോൾ തെല്ലൊരു ആശ്വാസമുണ്ട്. ഷഹബാസ്, എത്ര പേരോളം എത്തിയിട്ടുണ്ട്? അവരുടെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ടോ? തീർച്ചയായും റോഷ്നി, പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ അമർന്നു നിൽക്കുമ്പോൾ ഈ നാട്ടിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നു എന്നത് വലിയ ആശ്വാസമാണ്. നമ്മൾ ഇത്ര നേരം ഈ വഴിയിലൂടെ നിരവധി യാത്രക്കാർ ഈ അബുദാബിയിൽ നിന്ന് വന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടു. ഇപ്പോഴും നമുക്ക് കാണാം ഈ വരുന്ന യാത്രക്കാരൊക്കെ അബുദാബിയിൽ നിന്ന് എത്തിയ ആദ്യ വിമാനത്തിൽ നിന്നുള്ളവരാണ്. 10:15 കൂടിയാണ് ആദ്യ വിമാനം, എത്തിഹാദ് എയർവേസിന്റെ ആദ്യ വിമാനം കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ഏകദേശം 200ഓളം യാത്രക്കാരാണ് അബുദാബിയിൽ നിന്ന് ഇന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടെ കേരളത്തിലേക്ക് തന്നെ വരുന്ന ആദ്യ വിമാനമാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 5:15 കൂടിയാണ് വിമാനം അബുദാബിയിൽ നിന്ന് പുറപ്പെടുന്നത്. നമുക്ക് യാത്രക്കാരെ കാണാം, നിരവധി യാത്രക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും മുഖത്തൊരു ആശ്വാസം നമുക്ക് കാണാം. എവിടെ നിന്നാണ് വരുന്നത് ചേച്ചി? ഞാൻ അബുദാബിയിൽ. എത്ര മണിക്ക് വിമാനം പുറപ്പെട്ടു? അവിടുന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, 5 മണി കഴിഞ്ഞു പുറപ്പെട്ടപ്പോൾ. അബുദാബിയിൽ തന്നെ ആയിരുന്നു താമസം? അല്ല, ദുബായിലാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? അവിടുത്തെ സാഹചര്യം ഇപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കണമെന്നാ അറിഞ്ഞത്. ഞങ്ങളവിടെ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്തല്ല ഹോട്ടലിൽ. എപ്പോ വരാനായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്? ശനിയാഴ്ച തന്നെ അബുദാബിയിലെത്തിയിരുന്നു. പിന്നീട് അവിടെ കുടുങ്ങിപ്പോയി. നാട്ടിലേക്ക് വരാൻ പറ്റാതായപ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു? ആശങ്കയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്തിയപ്പോൾ എല്ലാവരും കൈയടിച്ചാണ് വിമാനം ലാൻഡ് ചെയ്തത്. എല്ലാവരും കൈയടിച്ചാണ് വിമാനം ലാൻഡ് ചെയ്തത്. സന്തോഷമായി. അതാണ് റോഷി, എല്ലാവർക്കും പറയാനുള്ളത് ആ സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും കാര്യങ്ങൾ തന്നെയാണ്. ഈ വിമാനം ഇവിടെ 10:08 കൂടി ലാൻഡ് ചെയ്തപ്പോൾ കൈയടിച്ചാണ് ആളുകൾ ആ സന്തോഷം പ്രകടിപ്പിച്ചത്. എന്തായാലും ആ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ആദ്യ വിമാനം ഇവിടേക്ക് എത്തുമ്പോൾ വരും ദിവസങ്ങളിലും ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കും എന്നൊരു സൂചന തന്നെയാണ് ഈ ഘട്ടത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ യാത്രക്കാരുടെ പ്രതികരണം നോക്കാം. എന്തായാലും നാട്ടിലേക്ക് എത്തിയ ഒരു ആശ്വാസമുണ്ട്. ആശ്വാസമുണ്ട്, പക്ഷേ നല്ല ചൂടും കുഴപ്പമില്ല. എപ്പോഴായിരുന്നു അബുദാബിയിൽ എത്തിയത്? അബുദാബി സാറ്റർഡേ 12 മണി ഉച്ചയ്ക്ക്. പെട്ടെന്ന് യുദ്ധം എന്ന് കേട്ടപ്പോൾ പേടിമായിട്ടായിരുന്നു തുടങ്ങി. അന്നേരം പെട്ടെന്നൊരു പിള്ളേർ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു എങ്ങോട്ട് പോകും, എങ്ങനെയാവും എന്നുള്ളൊരു. പിന്നെ അവർ തന്നെ പറഞ്ഞ് 5-ാം തീയതി പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇന്ന് രാവിലെ പെട്ടെന്നൊരു അപ്ഡേറ്റ് വന്നു. നമ്മൾ മാത്രം എത്തിയാതെ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് വരാൻ പറ്റുന്ന പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാവിലെ കോൾ വരുന്നതിനും വരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവരുടെ അപ്ഡേഷൻ എല്ലാം 5-ാം തീയതി എന്നുള്ളതായിരുന്നു. നാട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു ആശ്വാസം? ഉണ്ട്, ശരിക്കും ഉണ്ട്. ഓക്കെ, അതാണ് റോഷി. ഇന്ന് വന്ന യാത്രക്കാരിലേറെയും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന കണക്റ്റഡ് ഫ്ലൈറ്റിന് വേണ്ടി അബുദാബിയിൽ എത്തിയ ആളുകളാണ്. ഇവരൊക്കെയും പറഞ്ഞതുപോലെ അബുദാബിയിലേക്ക് ശനിയാഴ്ച എത്തിയവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ ഈ അബുദാബിയിലേക്ക് എത്തിയ സമയത്ത് പെട്ടെന്ന് യുദ്ധം വരുന്നു എന്ന് കേൾക്കുന്നു, വിമാന സർവീസുകളൊക്കെ റദ്ദാക്കുന്നു. അത്തരത്തിൽ കുടുങ്ങിപ്പോയ ആളുകളാണ് ഭൂരിഭാഗവും ഇന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിരവധി യാത്രക്കാർ, ഏകദേശം 200ഓളം വരുന്ന യാത്രക്കാരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൊച്ചി വിമാനത്താവളം കണ്ടത് വിജനമായിരുന്നു. 2 ദിവസത്തോളമായി ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഒരു വിമാനവും സർവീസ് നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാഴ്ച വ്യത്യസ്തമാണ്. വലിയ ആശ്വാസത്തിന്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിലുള്ളവർക്ക്, പ്രവാസികൾക്കൊക്കെ ആശ്വസിക്കാൻ വകയുള്ള തരത്തിൽ ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും നാളെയും വിമാന സർവീസുകൾ പല വിമാന കമ്പനികളും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അപ്പോഴും ഈ വിമാന കമ്പനികളുടെ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം, കൃത്യമായി വിവരങ്ങൾ വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രം എയർപോർട്ടിലേക്ക് എത്തുക എന്ന വിവരമാണ് ഇപ്പോൾ വിമാന കമ്പനികൾ പങ്കുവെക്കുന്നത്. എന്തായാലും നാളെ മുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നൊരു സൂചന ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ആദ്യ വിമാനം, അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം ആശ്വാസമായിക്കൊണ്ട് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ യാത്രക്കാർ പറഞ്ഞതുപോലെ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ യാത്രക്കാരെല്ലാം കൈയടിച്ചാണ് ആ ആശ്വാസം പങ്കുവെച്ചത്. എത്തിഹാദ് എയർവേസിന്റെ ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 200ഓളം യാത്രക്കാരാണ് അബുദാബിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഏറെയും കണക്റ്റഡ് ഫ്ലൈറ്റുകളിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. അവർക്കാണ് ആദ്യ മുൻഗണന കൊടുത്തുകൊണ്ട് ഈ പ്രത്യേക വിമാനത്തിൽ ഇന്ന് പുറപ്പെടാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്കൊന്നും ഇന്ന് പുറപ്പെടാനാകുമെന്നൊരു സൂചനയോ വിവരമോ ഒന്നും ലഭിച്ചിരുന്നില്ല. പലരും ഇന്ന് വരാൻ പറ്റുമോ എന്ന കാര്യത്തിലടക്കം പലർക്കും ആശങ്കയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ അവർക്ക് ആശ്വാസമായിക്കൊണ്ട് പെട്ടെന്ന് ഒരു വിവരം വരുന്നു. പിന്നീട് ഈ വിമാനം ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുറപ്പെടും എന്ന കാര്യം അറിയിക്കുന്നു. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഈ വിമാനം പുറപ്പെടുകയായിരുന്നു. യാത്രക്കാരെല്ലാം വലിയ ആശ്വാസത്തിൽ തന്നെയാണ്. ഇന്ന് 10:08 കൂടിയാണ് എത്തിഹാദ് എയർവേസിന്റെ അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 2:35 കൂടിയായിരുന്നു ഈ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. പിന്നീട് ഈ യുദ്ധഭീതി മൂലം ഈ റൂട്ട് ചേഞ്ച് അടക്കം ഉണ്ടായതിനു ശേഷം വിമാനം
വിമാനം പുറപ്പെടുന്നത് 5:15 മാറ്റി 7:55 കൊച്ചിയിലെത്തേണ്ട വിമാനം വൈകിക്കൊണ്ട് 10:08 ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും വിമാനം വന്നു എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഗൾഫ് മേഖലയിലേക്ക് പോകേണ്ടവരും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരേണ്ടവരും ഒക്കെയായി നിരവധി യാത്രക്കാർ പല വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട പ്രതികരണത്തിൽ നിരവധി വിദേശ യാത്രക്കാരും വിദേശ പൗരന്മാരും അടക്കം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ച ഒരു ആശ്വാസത്തിന്റെ കാഴ്ചയാണ്, ഒരു സന്തോഷത്തിന്റെ കാഴ്ചയാണ്. ഈ ഗൾഫ് മേഖലകളിൽ നിന്നുള്ള പല യാത്രക്കാരും നാട്ടിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഗൾഫിലെ വിമാന ഗതാഗതം പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒന്ന് അയയുമ്പോൾ ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഒമാനിൽ നിന്നും മസ്കറ്റിൽ നിന്നും ഒക്കെയുള്ള വിമാനങ്ങൾ ഇവിടേക്ക് എത്തുമെന്നൊരു സൂചന ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. നാളെ മുതൽ വിമാന സർവീസുകൾ പഴയ നിലയിലേക്ക് എത്തില്ലെങ്കിലും ഒരു ആശ്വാസമായിക്കൊണ്ട് അത്യാവശ്യക്കാർക്കെങ്കിലും നാട്ടിലേക്ക് എത്തിച്ചേരാനാകും വിധം, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഈ ഗൾഫ് മേഖലകളിൽ കണക്റ്റഡ് വിമാനം കാത്തെത്തി അവിടെ കുടുങ്ങിപ്പോയ യാത്രക്കാർക്കെങ്കിലും തിരിച്ചെത്താനാകും വിധമുള്ള സർവീസുകളാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യ വിമാനം അബുദാബിയിൽ നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലെ യാത്രക്കാർ വരുന്നത് ഇപ്പോൾ നമുക്ക് കാണാം. നിരവധി യാത്രക്കാർ, ഏകദേശം 200ഓളം വരുന്ന യാത്രക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ചേട്ടൻ അബുദാബി ഫ്ലൈറ്റിലായിരുന്നു? അല്ലേ? ഓക്കെ. നിരവധി യാത്രക്കാർ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് വലിയ ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും കാഴ്ചകൾ തന്നെയാണ്. ഗൾഫ് മേഖലയിലെ വിമാന പ്രതിസന്ധി, വിമാനം റദ്ദാക്കിയ ആ ഒരു നിമിഷങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ ആ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന്റെ സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ യാത്രക്കാർ ഇവിടേക്ക് എത്തുമെന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു. ഇന്ന് 5:15 കൂടിയാണ് അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം വരുന്നത്. അതിലെ യാത്രക്കാരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു കാനഡയിൽ നിന്ന് അബുദാബിയിലേക്ക് എത്തിയ ഒരമ്മ ശനിയാഴ്ച അവിടെ കുടുങ്ങിപ്പോയിരുന്നു. തൻ്റെ കുഞ്ഞിനെ കാണാനായിരുന്നു നാട്ടിലേക്ക് വരാനിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ യുദ്ധഭീതി ഉണ്ടാകുന്നു, ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനാകില്ല എന്ന് വരെ ഭയന്നുപോയി എന്ന് ആ അമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അങ്ങനെ തുടങ്ങി നിരവധി യാത്രക്കാർ ആശ്വാസമായിക്കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ഈ ഗൾഫ് മേഖലയിലെ ഈ വിമാന പ്രതിസന്ധി അയയുന്നു, വിമാനങ്ങൾ വീണ്ടും സർവീസുകൾ പുനരാരംഭിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിലും വരുന്നത്. റോഷ്നി. ഓക്കെ, ഷഹബാസ് അഹമ്മദാണ് ഇപ്പോൾ നാട്ടിലെത്തിയവരോട് സംസാരിച്ചത്. ഈ പ്രതിസന്ധിയിലും കുടുങ്ങിക്കിടക്കുന്നവരൊക്കെ ഇങ്ങനെ ചിലരെങ്കിലും നാട്ടിലെത്തുമ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു ആശ്വാസവും സന്തോഷവും ഉണ്ട്. അപ്പോൾ വിമാനത്താവളത്തിൽ നിന്നാണ് ഷഹബാസ് വിശദാംശങ്ങൾ നൽകിയത്.